ആ നമുക്ക് ചൊറിയുമ്പോ മാന്താനേ ആ ഒരു കിഴി പോലെ കെട്ടുക. എന്നിട്ട് കല്ലുപ്പിട്ടിട്ടേ, ഗോതമ്പിൻ്റെ ഒന്നും കഴിക്കരുത്. ആ ഓയിലുകൾ എത്ര വെളിച്ചെണ്ണയുടെ വില കൂടിയാലും വേവിച്ച് തിന്നാലും ഓയിൽ ഉൾപ്പെടുത്തരുത് കേട്ടാ. അതിന് ഒരു മാസം കൂടെ പിടിക്കും. പക്ഷേ ഒരു 2 ആഴ്ചയും കൂടി ആകുമ്പോഴേക്കും ഏതാണ്ടാവും. നല്ല നമുക്ക് കൂടുതൽ ദിവസം പറഞ്ഞു എന്ന് മാത്രം. കല്ലുപ്പിൽ ഒരു ചെപ്പ് എടുത്തിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് കഴുകി അതിൻ്റെ മീതെ വേണം വെച്ച് മൂടി വെക്കാൻ കേട്ടാ. കാലൊന്ന് കുത്തി വെച്ചോണ്ടിയാ. അങ്ങനെ ഇവിടെ മാത്രമേ ഇച്ചിരി കറുപ്പ് കൂടുതലുള്ളൂ, ബാക്കിയൊക്കെ കുറഞ്ഞു. ഇപ്പുറത്തെ കറുപ്പൊക്കെ പോയി, ഇത് ഇവിടത്തെ അല്ലാത്ത കറുപ്പൊക്കെ പോയി. നല്ല വെള്ളം കുടിക്കണം കേട്ടോ മോനെ. നല്ലോണം വെള്ളം കുടിക്കണം. അതിപ്പോൾ 2 മണി വരെയൊക്കെ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടേ. ഇപ്പം കാലത്ത് തൊട്ട് എണീക്കുമ്പോൾ തൊട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ഇപ്പം മൂത്രം ഈ ചൂട് കാരണം മൂത്രം അങ്ങനെ അങ്ങോട്ട് പോവില്ല. പക്ഷെ അതിനനുസരിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പച്ചക്കറി നല്ലപോലെ കഴിക്കുക, ചെറുപയർ കഴിക്കുക, താറാമുട്ട കഴിക്കണം. ചെറുപയറൊക്കെ കഴിക്കുന്നുണ്ടോ? താറാമുട്ട കഴിച്ചു തുടങ്ങിയില്ല എന്ന് പറഞ്ഞല്ല. മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടൂലേ? ആണോ? ചൊറിച്ചിലിപ്പിൻ്റെ പിന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഷുഗറിൻ്റെ മരുന്ന് നിർത്തരുത്, അത് കഴിക്കണം. ഷുഗർ ഒരു കാരണവശാലും കൂടാൻ പാടില്ല കേട്ടാ. ഇപ്പം എന്ത് ഭക്ഷണം കഴിക്കണേ? ഗോതമ്പിൻ്റെ അല്ലാണ്ട് ചോറ് നല്ല പോലെ വേവിച്ചിട്ടിട്ട്, നന്നായി വേവിച്ചിട്ടിട്ട് അത് തിളപ്പിച്ച് കഴിക്കുക. അപ്പം അതിൻ്റെ മധുരമൊക്കെ പോകും. പിന്നെ റാഗിപ്പൊടിയൊക്കെ കഴിക്കാം നമുക്ക് കേട്ടോ. ഒരു നേരമൊക്കെ പുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ. വറവ് കഴിക്കരുത്. വറുത്തത് പലയിടത്തും അല്ല, എല്ലായിടത്തും ഇല്ല, എങ്കിലും പലയിടത്തും നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഈ വറുത്ത കോരിയ എണ്ണയിൽ തന്നെ